2024 കേരള ലോ എൻട്രൻസ് എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരുന്നു. ആ നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, അതിൽ എക്സാമിൻ്റെ പാറ്റേണിൽ ചെറുതായിട്ടൊരു ചേഞ്ചസ് വന്നിട്ടുണ്ട്. പണ്ട് 200 ക്വസ്റ്റ്യനാണ് ചോദിച്ചിരുന്നെങ്കിൽ ഇപ്പം പറഞ്ഞിരിക്കുന്നത് 120 ക്വസ്റ്റ്യൻസാണ്. 120 ക്വസ്റ്റ്യൻസ് 2 മണിക്കൂർ. അങ്ങനെ ചേഞ്ചസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ ടോപ്പിക്കിൽ നിന്നും എത്രത്തോളം ക്വസ്റ്റ്യൻസ് വരുമെന്നുള്ളതും അതും കൊടുത്തിട്ടുണ്ട്. നല്ല കാര്യമാണ് അത് കൊടുത്തിരുന്നത്. അപ്പോൾ നമുക്കതനുസരിച്ച് പ്ലാൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് എൻ്റെ ഈ യൂട്യൂബ് ചാനലിലെ ക്ലാസ്സുകളും അതുപോലെ തന്നെ ഞാൻ പ്രിപ്പയർ ചെയ്ത ഗൈഡും ഇത് രണ്ടും വെച്ച് നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്ത് നല്ല റാങ്കിലേക്ക് എത്താം, അതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കേരള ലോ എൻട്രൻസ് എക്സാമിന് വരുന്ന 120 ക്വസ്റ്റ്യൻസിൽ 42ഓളം ക്വസ്റ്റ്യൻസ് വരുന്നത് ആപ്റ്റിറ്റ്യൂഡ് ഫോർ ലീഗൽ സ്റ്റഡീസ് ആണ്. 42 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഈ 42 ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടണം, സ്കോർ ചെയ്യാൻ പറ്റണം. അതിൽ ഞാൻ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ അതിന് രണ്ടായിട്ട് തിരിച്ചു, കോൺസ്റ്റിറ്റ്യൂഷനും ലീഗൽ സ്റ്റഡീസും. കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ക്വസ്റ്റ്യൻസ് കൂടുതലും ചോദിക്കുന്നത്. ഈ ആപ്റ്റിറ്റ്യൂഡ് ഫോർ ലീഗൽ സ്റ്റഡീസിൽ കഴിഞ്ഞ കാലങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷനാണ് കൂടുതൽ ചോദിച്ചിരിക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഫുള്ള് കിട്ടണം എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ തറവാവണം. അതിന് വേണ്ടിയിട്ട് ഞാൻ സെപ്പറേറ്റ് പ്ലേലിസ്റ്റിൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് ഫുള്ള് കാണുക. പക്ഷേ ആ വീഡിയോസ് ഫുള്ള് കുറച്ചും കൂടി വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട്. അത് ഞാൻ ഗൈഡ് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയും ഗൈഡും വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ടോപ്പിക്ക് ഫുള്ള് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം ഞാനത് സെപ്പറേറ്റ് ഗൈഡാണ് ഇറക്കിയിരിക്കുന്നത്. 261 പേജുള്ള സെപ്പറേറ്റ് ഗൈഡാണ് ഞാൻ ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോസ് എന്തായാലും നിർബന്ധമായിട്ട് കാണുക. ബാക്കി ടോപ്പിക്സുകൾ ഗൈഡ് നോക്കി പഠിക്കുക. ഇനി അതേപോലെ തന്നെ അടുത്തത് പറയുന്നത് ടോർട്ട്, കോൺട്രാക്റ്റ്, IPC അല്ലെങ്കിൽ പുതിയ നിയമം, പുതിയ BNS വന്നു. അങ്ങനെ ലീഗൽ സ്റ്റഡീസ് അത് റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് പറയുകയാണെങ്കിൽ അതിൻ്റെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ടോർട്ടിൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ടോർട്ട് ഒരു വീഡിയോ കൂടി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ കുറച്ച് കേസ് ലോയും കൂടി പഠിച്ചാൽ നിങ്ങൾക്ക് ലോ കോളേജിൽ പോയിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ എക്സാം എഴുതാം, ജയിക്കും. വലിയ മാർക്ക് കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങൾ എൻ്റെ ആ ടോർട്ടിൻ്റെ വീഡിയോ ക്ലാസ്സസും ഒരു വീഡിയോ കൂടി അപ്ലോഡ് ചെയ്യാണ്ട് അതും കൂടി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിരുന്നെങ്കിൽ അതും പിന്നെ കുറച്ച് കേസ് ലോസും കൂടി പഠിച്ചാൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി എക്സാം പാസ്സാകാൻ പറ്റും. ആ രീതിയിലാണ് ഞാൻ ടോർട്ടിൻ്റെ ക്ലാസ്സുകൾ ചെയ്തിരിക്കുന്നത്. കോൺട്രാക്റ്റും ബാക്കി ജൂറിസ്പ്രുഡൻസും ഫുള്ള് ചെയ്തിട്ടില്ല, എന്നാലും കുറേ ചെയ്തിട്ടുണ്ട്. ബാക്കി ചെയ്യാൻ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടില്ല. ഞാൻ അതിൻ്റെ ഗൈഡ് ഇറക്കിയിട്ടുണ്ട്. അപ്പം കോൺസ്റ്റിറ്റ്യൂഷൻ ഫുള്ള് വീഡിയോസ് ഗൈഡ് കാണാപ്പാടം പഠിക്കുക, ഫുള്ളായിട്ട് പഠിക്കുക. ലീഗൽ സ്റ്റഡീസ് വീഡിയോസ് ഇറക്കിയിട്ടുണ്ട്, വീഡിയോസ് ഫുള്ള് കാണുക, പ്ലസ് ഗൈഡ് നോക്കുക. ഗൈഡും അതും ഞാൻ 257 പേജുണ്ട്. ലീഗൽ സ്റ്റഡീസ് മാത്രമായിട്ട് 257 പേജ്. അതൊരു മിനി LLB പോലെയാണ് ആ ഗൈഡ്. അതിൽ പുതിയ ലോസ് BNS ഇൻക്ലൂഡ് ചെയ്തില്ല. പക്ഷേ IPC CRPC എവിഡൻസ് ആക്ട് ആണ്. ഈ IPC എവിഡൻസ് ആക്ട് ഒന്നും പഴയ രജിസ്റ്റർ ചെയ്ത കേസുകൾക്ക് ഇപ്പോഴും IPC CRPC അതൊന്നും പോയിട്ടൊന്നുമില്ല. അപ്പം അത് വെച്ചിട്ട് ആ ഗൈഡ് ഇറക്കിയിട്ടുണ്ട്. ഈ ഗൈഡുകൾ വാങ്ങാൻ ഇൻട്രസ്റ്റ് ഉള്ള സ്റ്റുഡൻസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഗൈഡുകൾ വാങ്ങാം. അപ്പോൾ ആ 2 ഗൈഡും പിന്നെ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോസും ഫുള്ളായിട്ട് കാണുക. ഇനി അടുത്തത് 36 ക്വസ്റ്റ്യൻസ്, 42 ക്വസ്റ്റ്യൻസ് ആപ്റ്റിറ്റ്യൂഡ് ഫോർ ലീഗൽ സ്റ്റഡീസ്, 36 ക്വസ്റ്റ്യൻസ് എവിടെ നിന്നാണ് വരുന്നത്? ഇംഗ്ലീഷിൽ നിന്നാണ് വരുന്നത്. ജനറൽ ഇംഗ്ലീഷ് ഞാൻ ആദ്യം ഹൗ ടു പ്രിപ്പയർ ഫോർ കേരള ലോ എൻട്രൻസ് എക്സാം 2024 എന്ന് പറഞ്ഞ വീഡിയോ ചെയ്തിരുന്നു. അതിൽ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ന്യൂസ് പേപ്പർ വായിക്കുക എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാൻ ഏറ്റവും നല്ല മാർഗ്ഗം ന്യൂസ് പേപ്പർ വായിക്കുക എന്നുള്ളതായിരുന്നു. അത് വായിച്ച സ്റ്റുഡൻസ് നന്നായി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടാവും. ഇനിയുള്ള സമയങ്ങളിൽ നമ്മൾ പഠിക്കുക എന്ന് പറഞ്ഞാൽ 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിൽ ചോദിക്കാം. ഒന്ന് പാസേജ് ടൈപ്പ് ചോദിക്കാം, പിന്നെ ഇംഗ്ലീഷ് ഗ്രാമർ റിലേറ്റ് ചെയ്ത് ചോദിക്കാം, വൊക്കാബുലറി അങ്ങനെ ചോദിക്കുക. പാസേജും വൊക്കാബുലറിയും അതൊക്കെ ഞാൻ പറയുകയാണെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, കേരള ലോ എൻട്രൻസ് എക്സാമിന് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവരുടെ സൈറ്റിൽ നിന്ന് കിട്ടും. അത് ഡൗൺലോഡ് ചെയ്ത് അത് ചെയ്ത് നോക്കുക. അത് ടൈം വെച്ച് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. പാസേജും വൊക്കാബുലറിയൊക്കെ എങ്ങനെയാണെന്ന് നോക്കിയിട്ട്. പിന്നെ അതേപോലെ തന്നെ ഞാൻ ഗ്രാമർ റിലേറ്റ് ചെയ്ത് ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ്, റിപ്പോർട്ടർ സ്പീച്ച്, ക്വസ്റ്റ്യൻ ടാഗ് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ആർട്ടിക്കിൾസ് റിലേറ്റ് ചെയ്ത് അതിൻ്റെ എല്ലാ വീഡിയോസും ഞാൻ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഓരോ ഇംഗ്ലീഷ് കാണുമ്പോൾ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നോട്ട് എഴുതി, ഇംഗ്ലീഷ് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോസ് കാണുമ്പോൾ നോട്ട് എഴുതി ആ പറയുന്നത് എഴുതി പഠിച്ചാലേ ഇംഗ്ലീഷ് മനസ്സിലാവുള്ളൂ. അങ്ങനെ കുറേ ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ വീഡിയോസ്. അപ്പോൾ ഗ്രാമർ റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് അങ്ങനെ കിട്ടാം. ഫുൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ആ ഫുൾ വീഡിയോസ് കണ്ട് ഇംഗ്ലീഷ് സ്കോർ ചെയ്യാം. 36 ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്, അത് സ്കോർ ചെയ്യാൻ നോക്കുക. ഇനി അടുത്തത് 27 ക്വസ്റ്റ്യൻസ്. ഈ 27 ക്വസ്റ്റ്യൻസ് ജനറൽ നോളേജിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. ജനറൽ നോളേജ് എന്ന് പറയുമ്പോൾ
2023 കേരള ലോണ്ടർജ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പം ജനറൽ നോളജിൻ്റെ ഭാഗത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻസ് വെറുതെ ചപ്പ് ചവർ അവിടുന്ന് ഇവിടുന്ന് കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുകയല്ല അവർ ചെയ്തിരിക്കുന്നത്. ആ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലും വേൾഡ് ഹിസ്റ്ററി റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഏൻഷ്യൻ്റ് ഇന്ത്യ ചോദിച്ചിട്ടുണ്ട്, മിഡീവൽ ഇന്ത്യ ചോദിച്ചിട്ടുണ്ട്, മോഡേൺ ഇന്ത്യ ചോദിച്ചിട്ടുണ്ട്, വേൾഡ് ജോഗ്രഫി ചോദിച്ചിട്ടുണ്ട്, ഇന്ത്യൻ ജോഗ്രഫി ചോദിച്ചിട്ടുണ്ട്, ഇന്ത്യൻ എക്കണോമിയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, ഫിസിക്സിൽ നിന്ന് വന്നിട്ടുണ്ട്, കെമിസ്ട്രി, ബയോളജി. 10ാം ക്ലാസ് ഏകദേശം ഒരു 10ാം ക്ലാസ് വരെ നമ്മൾ പഠിച്ച ടോപ്പിക്കുകൾ, ഈ ടോപ്പിക്കുകൾ റിലേറ്റ് ചെയ്ത ഓരോന്നിൽ ഓരോ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ 369 പേജുള്ള GK ഗൈഡ്, 369 പേജ് വേണ്ടി വന്നു ആ ടോപ്പിക്കുകൾ ഫുള്ള് കവർ ചെയ്യാൻ. അപ്പോൾ അതിൻ്റെ GK ഗൈഡ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതും ഇപ്പോൾ അവൈലബിൾ ആണ്. അതിൻ്റെ വാങ്ങാനാണെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. അത് വാങ്ങി പഠിക്കുക എന്നുള്ളതാണ്. കാരണം GK ഒരിക്കലും തീരില്ല, പഠിച്ച് തീരില്ല, അത്ര വാസ്റ്റാണ്. പക്ഷേ ഇങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഓർഡറിൽ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗൈഡിൽ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്, നമുക്ക് ആ ഒരു നോളേജ് എങ്കിലും കിട്ടും. ഇന്ത്യയുടെ ചരിത്രം എന്താണെന്ന് മനസ്സിലാവും, ഇന്ത്യയുടെ ജോഗ്രഫി, അങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഓർഡറിൽ ഞാൻ ടോപ്പിക്ക് സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ടോപ്പിക്ക് പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. ടോപ്പിക്ക് ഫുള്ള് തീർക്കുക, ഫുള്ള് GK ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. പക്ഷെ മാക്സിമം പഠിക്കുക, മാക്സിമം. അപ്പോൾ ഞാൻ ഗൈഡിൽ 10ാം ക്ലാസ് വരെ നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം കൂടി കൺസോളിഡേറ്റ് ചെയ്തിട്ടാണ് ഗൈഡ് ഇറക്കിയത്. അതും 369 പേജുള്ള ഗൈഡ്, സെപ്പറേറ്റ് ഗൈഡാണ്. അപ്പോൾ ആ ഗൈഡ് നോക്കിയാൽ നിങ്ങൾക്ക് GK ക്വസ്റ്റ്യൻസ് സ്കോർ ചെയ്യാൻ പറ്റും. ഫുള്ള് സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല, കാരണം GK എന്ത് വേണമെങ്കിലും ചോദിക്കാം. കാരണം GK എന്തായാലും മാക്സിമം ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഞാൻ കണ്ടൻ്റായിട്ട് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ന്യൂസ് പേപ്പർ ഇംഗ്ലീഷ് വായിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സും കിട്ടാം. അപ്പോൾ GKയുടെ 27 ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ രീതിയിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പ്ലസ് ഗൈഡ് നിങ്ങൾ വാങ്ങി പഠിക്കുക. ഇനി അടുത്ത ടോപ്പിക്ക് 15 ക്വസ്റ്റ്യൻസ് അരിത്തമെറ്റിക് ആൻഡ് മെൻ്റൽ എബിലിറ്റി ആണ്. 15 ക്വസ്റ്റ്യൻസ് അരിത്തമെറ്റിക് ആൻഡ് മെൻ്റൽ എബിലിറ്റിയുടെ ക്ലാസ്സസും ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പൊതുവേ ഈ ക്ലാസ്സുകൾ അരിത്തമെറ്റിക് ആൻഡ് മെൻ്റൽ എബിലിറ്റി എക്സാം അടുത്ത് വരുമ്പോഴാണ് സ്റ്റുഡൻസ് കുത്തിയിരുന്ന് കാണാറ്. വ്യൂസ് നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ആ ക്ലാസ്സുകൾ അരിത്തമെറ്റിക് ആൻഡ് മെൻ്റൽ എബിലിറ്റിയുടെ ഞാൻ അതും പ്ലേലിസ്റ്റിൽ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് അതിലെ ടോപ്പിക്സ് ഫുള്ള് കംപ്ലീറ്റ് അല്ല, ഇനിയും ടോപ്പിക്കുകൾ എടുക്കാറുണ്ട്. പക്ഷേ അപ്ലോഡ് ചെയ്ത ടോപ്പിക്സ് നിർബന്ധമായിട്ടും ഫുള്ളായിട്ട് ഇരുന്ന് കാണുക. 15 ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നുള്ളൂ. പക്ഷേ ആ 15ൽ 15 സ്കോർ ചെയ്യണം, അത് നിർബന്ധമാണ്. ഈ 15 ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ആ 15 സ്കോർ ചെയ്യണം. ഞാൻ അപ്ലോഡ് ചെയ്ത ക്ലാസ്സുകളെല്ലാം കാണുക, അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നാൽ അത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അരിത്തമെറ്റിക്കും ചെയ്തിട്ടുണ്ട്, മെൻ്റൽ എബിലിറ്റിയുടെയും ടോപ്പിക്കുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ പ്ലേലിസ്റ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ വീഡിയോസ് ഫുള്ള് കാണുക, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക. അതേപോലെ നെറ്റിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ യൂട്യൂബിൽ കിട്ടുന്ന ബാക്കി എൻ്റെ കയ്യിൽ ഇല്ലാത്ത ടോപ്പിക്കുകളാണെങ്കിൽ അതെടുത്ത് കണ്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ 15 ക്വസ്റ്റ്യൻസേ ഉള്ളെങ്കിലും ആ 15 ക്വസ്റ്റ്യൻസ് സ്കോർ ചെയ്യാനുള്ള രീതിയിൽ പഠിക്കുക. അതും ഞാൻ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ ക്ലാസ്സുകൾ കുറേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി ക്ലാസ്സുകൾ ഞാൻ വരുന്ന ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യും. അതേപോലെ തന്നെ ഗൈഡ് ഇറക്കിയിട്ടുണ്ട്. രണ്ടും കൂടി ആകുമ്പം ടോപ്പിക്കുകൾ കവർ ചെയ്യും, ഏകദേശം കവർ ചെയ്യും. നല്ല രീതിയിലിരുന്ന് ഇനിയുള്ള സമയം ഫുൾ പഠിക്കുക എന്നുള്ളതാണ്. ഈ കാലഘട്ടത്തിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഓൺലൈനിൽ തന്നെ ഫുൾ അവൈലബിൾ ആണ്. നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഹാർഡ് വർക്കാണ് ആവശ്യമുള്ളൂ. ഇപ്പോൾ എക്സാം വിളിച്ചു, ഇനിയുള്ള സമയങ്ങളിൽ ഫുൾ സമയം പഠിക്കുക, ഇനിയുള്ള സമയങ്ങളിൽ ഫുൾ പഠിച്ചാൽ മതി, കുഴപ്പമില്ല. വീഡിയോസ് ഓർഡറിൽ കാണുക, ഗൈഡ് ഉണ്ടെങ്കിൽ ഗൈഡ് വാങ്ങി പഠിക്കുക. വീഡിയോസ് കാണുമ്പോൾ ഗൈഡുള്ള സ്റ്റുഡൻസ് വീഡിയോസ് കാണുന്നതിനൊപ്പം തന്നെ ഗൈഡ് നോക്കി പഠിക്കുക. ബാക്കി വീഡിയോസ് കുറേ കഴിയുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ ഫുൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല, ബാക്കി ടോപ്പിക്കുകൾ നിങ്ങൾ ഗൈഡ് നോക്കി ബാക്കി ഫുള്ളായിട്ട് പഠിക്കുക. GK ആണെങ്കിലും ഫുള്ള് എടുക്കാൻ ടൈമില്ല, ഉള്ള ക്ലാസ്സുകൾ കാണുക, ബാക്കി ഗൈഡ് നോക്കി പഠിക്കുക. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ എല്ലാ സ്റ്റുഡൻസും നന്നായിട്ട് എക്സാമിന് പഠിക്കുക. 100 റാങ്കിൻ്റെ ഉള്ളിൽ വരണം, ഗവൺമെൻറ് ലോ കോളേജിൽ കിട്ടണം എന്നുള്ളൊരു വാശിയിൽ എല്ലാ സ്റ്റുഡൻസും നന്നായിട്ടിരുന്ന് പഠിക്കുക.